നമസ്കാരം. കല എന്ന സൃഷ്ടിക്ക് ഭാഷകളില്ല, അതുപോലെ തന്നെ അതിർവരമ്പുകളും. ഒരു കവിയുടെ വരികളിൽ, ഒരു ചിത്രകാരൻ്റെ ക്യാൻവാസിൽ, ഒരു നർത്തകൻ്റെ ചുവടുകളിൽ, അങ്ങനെ എല്ലായിടത്തും കലയുണ്ട്. ലോകപ്രശസ്തനായ കലാകാരൻ ലിയോണാർഡോ ഡാവിഞ്ചിയുടെ ജന്മദിനമായ ഏപ്രിൽ 15 ലോക കലാദിനമായി ആചരിക്കുന്നത്. ഈ ദിനം ലോകമെമ്പാടുമുള്ള കലാസ്വാദകരുടെയും കലാകാരന്മാരുടേതുമാണ്. കല നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അനിവാര്യ ഭാഗമാണ്. ആദിമ മനുഷ്യൻ ഗുഹാഭിത്തികളിൽ വരച്ച ചിത്രങ്ങളിൽ ആരംഭിച്ച് ഇന്നത്തെ ആധുനിക സാങ്കേതിക കലാപ്രവർത്തനങ്ങൾ വരെ കല ജീവിതത്തെയും മനോഭാവത്തെയും പ്രതിഫലിപ്പിക്കുന്നു. ചിത്രകല, ശില്പകല, സംഗീതം, നൃത്തം, സിനിമ എന്നിവയെല്ലാം നമ്മുടെ ആശയങ്ങളെയും വികാരങ്ങളെയും പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ലോകപ്രശസ്തമായ കലാസൃഷ്ടികളെ പറ്റി ഓർക്കുമ്പോൾ ദാവിഞ്ചിയുടെ മൊണാലിസ, മൈക്കിളാഞ്ചലോയുടെ ശില്പങ്ങളൊക്കെ മറക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലി, രവിവർമ്മയുടെ ചിത്രങ്ങളുമൊക്കെ ആഗോള പ്രശസ്തമാണ്. അങ്ങനെ നിരവധി കലാസൃഷ്ടികൾ ഇന്നും നമ്മളെ വിസ്മയിപ്പിക്കുന്നു. കഥകളി, തെയ്യം, മോഹിനിയാട്ടം എന്നീ കലകളൊക്കെ പാരമ്പര്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പര്യായമായ കലകളാണ്. അതുപോലെ തന്നെ ടെക്നോളജിയുടെ വളർച്ചയൊക്കെ മൂലം AI ജനറേറ്റഡ് ആർട്ട് നമുക്കൊക്കെ സുപരിചിതമാണ്. AI കലയ്ക്ക് സൃഷ്ടിപ്രക്രിയയില്ല, അത് നിലവിലുള്ള കലകളിൽ നിന്ന് പഠിക്കുന്നു. പ്രകൃതി സംരക്ഷണം, ജാതി വ്യവസ്ഥ തുടങ്ങി സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളെ കലയിലൂടെ വരച്ചു കാട്ടാനാകുന്നു. കലയുടെ മഹിമയെ ആസ്വദിക്കാം, അത് സംരക്ഷിക്കാം, പകരാം. A nation without art is a nation without a soul. Thank you.